സ്പീക്കർ ബോധ്യപ്പെടാൻ സ്പീക്കർ അത് കണ്ടില്ലല്ലോ. സ്പീക്കർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കണ്ട് ബോധ്യപ്പെടണം? സ്പീക്കർ പഴയ SFIക്കാരനായതാണ്. ഇപ്പോ സ്പീക്കർ ആ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി. എന്നിട്ട് പണ്ട് ഈ കോളേജിലൊക്കെ ഇതുപോലത്തെ നാടകം ഉണ്ടാക്കുമല്ലോ, തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടൊക്കെ കെട്ടി വരുമല്ലോ ചിലര്. അതുപോലത്തെ ഒരു നാടകം അദ്ദേഹമാണ് ഉപദേശിച്ചെങ്കിൽ ഞാൻ ഒരു സലാം പറഞ്ഞിരിക്കുന്നു സ്പീക്കറോട്. സ്പീക്കർ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പഴയ SFIക്കാരനായി അദ്ദേഹം മാറി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അസംബ്ലിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അതിന് സ്പീക്കർ ഉണ്ടാകും കൂടെ, അല്ലെങ്കിൽ സ്പീക്കർ ഉണ്ട്. സംശയം എന്താ? സ്പീക്കറായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മൊത്തം തിരിയുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. കൂളായിട്ട് എല്ലാവരോടും സംസാരിച്ച് അലോ അലോ പറഞ്ഞു പോവാ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഇത്. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ പാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട് എല്ലാവരും ഇന്നലെ കാണിച്ചു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്, തലേദിവസത്തെ പരിപാടിയിൽ ആ പാടുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ KSU പ്രവർത്തകർ കത്തി വെച്ച് കുത്തിയെന്ന് പറയാനാ കയ്യിൽ.